ഇപ്പോൾ കോഴിക്കോട് നോർത്ത് മണ്ഡലമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കുറച്ച് വാർഡുകൾ മാത്രം ചേർന്ന്, വേറെ ലോക്കൽ ബോഡികളില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം. കോഴിക്കോട് നോർത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുത്ത കോഴിക്കോട് എന്തായാലും കോർപ്പറേഷൻ ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. LDF തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും LDF ആണ് ഫ്രണ്ട് നിൽക്കുന്നത്. 59,000 വോട്ടുണ്ട്. UDF 48,000 വോട്ട്, NDA 39,000 വോട്ടുണ്ട്. NDA ആക്ച്വലി നല്ല വോട്ടുണ്ട് കേട്ടോ. ഇവിടെ 27% കുറച്ച് വോട്ട് കാസ്റ്റ് ചെയ്യാതെ വരുന്നുണ്ട്. പല വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളെ ഒന്നും നിർത്താൻ BJP അത്ര ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളില്ല. ചില വാർഡുകളിൽ മത്സരിക്കാനേ കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നുള്ള വോട്ടുകൾ പൊതുവെ UDF LDF പൊതുവെ UDF പോകാറ്. പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള എന്തായാലും UDF പറഞ്ഞു. കാരണം LDF ആയിരുന്നു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള വികാരം എന്നുള്ള രീതി UDF ആയിരിക്കാൻ പോയത്. അതുകൊണ്ടാണ് UDF അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത്. പക്ഷെ ഇതൊരു നല്ലൊരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് BJPക്ക്. ആദേശ് 27,000 വോട്ട്, 2,200 വോട്ട് സ്വതന്ത്രമുണ്ട്. മെമ്പർമാർ നോക്കി LDF 20 പേര്, UDF 11 പേര്, NDA 5 പേര്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പഴയകാല ഇലക്ഷനും ട്രെൻഡും നോക്കാം. 2011 മുതൽ CPM ജയിക്കുന്ന LDFിൻ്റെ മണ്ഡലമാണത്. 2016 CPM LDFിനെ നിലനിർത്തിയത്. 2021 തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹം അത് നിലനിർത്തുകയാണ് ചെയ്തത്. 3 ടൈമായിട്ട് CPM മത്സരിച്ച് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു കോട്ടയാണെന്ന് തന്നെ പറയാം. ഒരു 10,000 നല്ല വോട്ടിനാണ് ജയിക്കുന്നത്. 10,000 വോട്ടിന് ജയിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രനാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ K ജയന്താണ് മത്സരിക്കുന്നത്. BJPയുടെ നവ്യ ഹരിദാസ്. അപ്പം ഇപ്പോഴത്തെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LDFിന്റെ വോട്ട് 5,000-10,000 കുറയും. ഒന്നാമത് സിറ്റിംഗ് MLA വരുമ്പോൾ കൂടുതൽ ഭരണവിരുദ്ധ വികാരം വരും. അത് ഒരു പുതുമുഖത്തിന് അത്രയും പൈസയില്ല, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് അത്രയും ഇല്ലെങ്കിലും സിറ്റിംഗ് MLAക്കെതിരെ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ LDFിന്റെ വോട്ട് നല്ലപോലെ കുറയുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. 7,000-8,000 വോട്ടൊക്കെ കുറഞ്ഞിരിക്കാം, 10,000 കുറഞ്ഞിരിക്കാം. അപ്പോൾ ഒരു UDFിന് കിട്ടിയേക്കുന്ന വോട്ടിനകത്ത് എനിക്ക് BJPയുടെ കുറേ വോട്ടുകൾ ഇതിനകത്തുണ്ട്. കാരണം കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP LDFിനെ തോൽപ്പിക്കാനായിട്ടാണ് വോട്ട് അങ്ങോട്ടുണ്ട്. ഇതൊരു ഡീലൊന്നും അല്ല, ഒരു ട്രെൻഡാണ്. സാധാരണ അങ്ങോട്ട് ചെയ്യാറുണ്ട്. അല്ലെ NDA സംബന്ധിച്ച് NDAക്ക് എപ്പോഴും ഞാൻ ഒരു 10% എക്സ്ട്രാ വോട്ട് ഇടാറുണ്ട്. കാരണം കാസ്റ്റ് ചെയ്യപ്പെടാത്ത വോട്ടുകൾ ഒരു 4,000 വോട്ട് കൂടെ ഉണ്ടെങ്കിൽ 42,000-43,000 വോട്ട് ഓൾറെഡി പാർട്ടി വോട്ട് ഇവിടെ ഉണ്ട്. പിന്നെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളിലും നല്ല ഒരു പെർഫോമൻസ് ഉള്ള സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് BJPയുടെയാണ്. അതിനുള്ള ഇപ്പോഴുള്ള സിറ്റിംഗ് കൗൺസിലറാണ് കോഴിക്കോട്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചാണ്. കഴിഞ്ഞ തവണയോ കോഴിക്കോട് കൗൺസിലറായിരുന്നു. 1-2 ടൈമായി. അപ്പം ഇലക്ഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്, ചെറുപ്പക്കാരിയാണ്, പ്രൊഫഷണലാണ്. സിറ്റിംഗ് MLA ഇപ്പോൾ ഒരു 3-4 ടൈമായിട്ടുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കോഴിക്കോട് ഒരു അട്ടിമറി വിജയം NDA നേടും കോഴിക്കോട് നോർത്തിലെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. NDA ഒരു 10,000 വോട്ടോട് കൂട്ടിക്കഴിഞ്ഞാൽ പാർട്ടി വോട്ടിൽ നിന്ന് 10,000 വോട്ട് 12,000 വോട്ട് കൂട്ടാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ്. നല്ല പ്രചരണമുണ്ട്. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നോർത്ത് നവ്യ ഹരിദാസ് ജയിക്കും, BJP ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. 2ാമത് LDF, 3ാമത് UDF.